ക്രിസ്റ്റോ ടോമി തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഉള്ളൊഴുക്ക്. ആ സംവിധായകനെക്കുറിച്ച് ഈ ആഴ്ച റിലീസാവുന്ന എനിക്ക് പ്രതീക്ഷയുള്ള സിനിമകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഞാൻ ഈ പുള്ളിയെക്കുറിച്ച് നല്ലോണം പൊക്കി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ വെച്ചിട്ടാണ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു പടി കൂടുതൽ പുകഴ്ത്താനേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ ആ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരെ നല്ലോണം പൊക്കി പറയുന്നുണ്ട്. ഈ പൊക്കിപ്പറയലുകൾക്കെല്ലാം ഒരവകാശം കൂടി ഉണ്ടെങ്കിൽ അത് സംവിധായകനാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു മുൻകരുതൽ എന്ന് പറയുന്നത് ഈ വീഡിയോയിലുടനീളം ഉർവശി 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 എന്ന് നാമം ചൊല്ലുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യരുത് എന്നാണ്. കാരണം ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും പുറത്തിറങ്ങിയതിന് ശേഷവും എൻ്റെ മനസ്സ് മുഴുവൻ ഉർവശിയായിരുന്നു. ആ അഭിനേത്രി, അവർ ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഡയമെൻഷൻ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ എക്സ്പ്രഷൻസ് എല്ലാം കൊണ്ടും ഗംഭീരമാണ് മാൻ. ഒന്നും പറയാനില്ല. ഈ സിനിമയിൽ ഉർവശി ചേച്ചി സ്ക്രീനിൽ വരുമ്പോൾ എല്ലാം ബ്ലറാണെന്ന് തോന്നും. നമ്മൾ അവരെ മാത്രമേ കാണുള്ളൂ. അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ഫീല് മാത്രമാണ്, ആ ഒരു ഇമോഷൻ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതൊരു മാജിക്കാണ് ശരിക്കും. ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി, സിനിമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്നത് കാണുന്ന സിനിമയാണ്. സിനിമ എന്ന് പറയുന്ന ആ ബിൽഡിങ്ങാണ്, അതിനകത്തെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, അത് തരുന്നൊരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി, അതിഗംഭീരമായ പ്രകടനങ്ങളുടെ ഒരു ചാകരയ്ക്ക് വേണ്ടിയിട്ട്, ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചിന്തകൾക്കും ഇമോഷൻസിനും വേണ്ടിയിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. സിനിമയുടെ പോസിറ്റീവ്സ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിലായി കാണുമല്ലോ. പെർഫോമൻസ് തന്നെയാണ് ആദ്യം എടുത്തു പറയാനുള്ളത്. പക്ഷേ ഉർവശി ചേച്ചിയിലേക്കും പാർവതിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ചില പേരുകൾ നമ്മൾ പറഞ്ഞേ പറ്റൂ. അർജുൻ രാധാകൃഷ്ണൻ ഈ സിനിമയിൽ പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കാമുകൻ, അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാളുടെ പെയിനും അയാളുടെ ആഗ്രഹങ്ങളും ഞാൻ ഈ സിനിമയിൽ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും, അയാൾ പറയുന്ന പല കാര്യങ്ങളിലും ആ കാമുകനൊപ്പമാണ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നതിൽ അയാളുടെ പെർഫോമൻസിന് ഒരു വലിയ പങ്കുണ്ട്. രണ്ടാമത്തെ ആൾ പ്രശാന്ത് മുരളിയാണ്. ഇദ്ദേഹത്തിനെക്കുറിച്ച് ഇദ്ദേഹം ഭാഗമായിട്ടുള്ള എല്ലാ സിനിമകളിലും ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു അസാമാന്യ പെർഫോമറാണ്. അങ്ങേരുടെ പെർഫോമൻസിനെ ഉപയോഗിക്കാൻ പറ്റുന്ന സിനിമകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് വേറെ റേഞ്ച് ആയിരിക്കും. ഇതിനകത്ത് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ ക്യാരക്ടർ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ സിനിമയിൽ ഉണ്ടാവുകയും ചെയ്യും. പുള്ളി ആകെ സ്ക്രീനിൽ വരുന്ന വളരെ കുറച്ച് സ്ഥലത്താണ്. ആ വരുന്ന സ്ഥലത്ത് അയാൾ അർമാദിക്കലാണ്. ഒരു പ്രത്യേക സീക്വൻസ് ഉണ്ട്, അതെന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, അതിലൊരു സ്പോയിലർ എലമെൻ്റ് ഉണ്ട്. അത് അയാൾ മാരകമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്മൃതി എന്ന അഭിനേത്രിയെക്കുറിച്ച് പറയണം. ഇതിൽ ഉർവശി ചേച്ചി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മകളായിട്ട് വരുന്ന ക്യാരക്ടർ അവരടിപൊളിയാണല്ലോ. ഒരു ശാപമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോവാണ്. കാര്യം ഇവരൊക്കെ ഈ പറയുന്ന സാഹചര്യത്തിലുള്ള ആളുകളെ കണ്ടു വളർന്നിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരാൾ അവിടെ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പെർഫോമർ വന്ന് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അഭിനയ പരിപാടി അവിടെ എനിക്ക് കാണാൻ പറ്റില്ല. അത്രയും നാച്ചുറലായിട്ട് അവർ ചെയ്തു. ഏറ്റവും അടിപൊളി വീണ നായർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് അതിലൊരു കന്യാസ്ത്രീ ആയിട്ട് വരുന്നത്. അവർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസുകളിൽ ശരിക്കും ആ ക്യാരക്ടറിന് ദൈവം സത്യം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഷെയ്ഡുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രെയിമുണ്ട്. ഉർവശി ചേച്ചിയും പാർവതി നിൽക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഇവർ വരുന്ന ഒരു ഫ്രെയിമുണ്ട്. എന്തൊരു പരിപാടിയാണ് മാൻ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറും ആ പെർഫോമൻസും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ആ ഫ്രെയിമിനെ കുറിച്ചൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അത് സ്പോയിലിംഗ് എലമെൻ്റ് ആയി പോകും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാത്തത്. പിന്നെ ജയാക്കുറുപ്പ് പാർവതിയുടെ അമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത് മലയും കുഞ്ഞു എന്ന് പറയുന്ന സിനിമയിൽ ഫഹദിൻ്റെ അമ്മയായിട്ടാണ്. ട്രെയിലറിൽ കണ്ടിട്ട് ആ ക്യാരക്ടർ എനിക്ക് ക്ലിക്കായി. ആ റേഞ്ചിൽ പെർഫോം ചെയ്യുന്നവരാണ് അവർ. ഈ സിനിമയിലും അത് ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കയ്യടി വാങ്ങുന്ന പെർഫോമർ, വാങ്ങാൻ എല്ലാ ടാലൻറ്റും ഉള്ള പെർഫോമർ അലൻസിയർ, പുള്ളി ഇതിനകത്തും അർമാദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അയാൾക്ക് അങ്ങനെയൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ അയാൾ ആടിയാടി നിൽക്കുകയാണ്. ആ ആട്ടം നമുക്കും ഫീൽ ചെയ്യും. അയാളുടെ മനസ്സിലെ ഒരു ഫീൽ എന്താണെന്നുള്ളതും നമുക്ക് കിട്ടും. കാര്യം ഇവിടുത്തെ മെയിൻ ആൾക്കാർ, ഈ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അമ്മമാരാണ്. പക്ഷെ ഒന്നും പറയാനും വയ്യല്ലോ. എന്തായാലും അലൻസിയർ പൊളിച്ചിട്ടുണ്ട്. പാർവതിയുടെ തലയിൽ നമ്മൾ മറ്റൊരു പൊൻതൂവൽ കൂടി വെച്ച് കൊടുക്കുകയാണ് എന്നേ ഇതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുള്ളൂ. അതിഗംഭീരമായിട്ട് അവർ ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തേക്ക് കല്യാണം കഴിച്ച് എന്ന് അവിടുത്തെ ആളായിട്ട് എല്ലാ കാര്യത്തിലും സ്നേഹത്തിലും ബഹുമാനത്തിലും ഒക്കെ നിൽക്കുന്ന ഒരു പെണ്ണിൽ നിന്ന് അവരുടെ ഒരു ചേഞ്ച് ഉണ്ട്. അവരുടെ ആ ചേഞ്ചിൻ്റെ ഗ്രാഫ് പറയണമെന്നുണ്ടെങ്കിൽ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ക്ഷമിക്കുക. ആൻഡ് ഉർവശി ചേച്ചിയുടെ ഈ സിനിമയിലെ കഥാപാത്രത്തിനൊരു പ്രത്യേകതയുണ്ട്.
ചില സമയത്ത് എനിക്ക് തോന്നി ഇവർ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള എന്തൊരു കുടില മനസ്ഥിതിയുള്ള ഒരു കഥാപാത്രമാണെന്ന്. ചില സീനുകളിൽ എനിക്ക് തോന്നി ഇവരെ പോലെ സ്നേഹമുള്ള, അല്ലെങ്കിൽ ഇവരെ സ്നേഹം തന്നെയാണ് അങ്ങനത്തെ ഒരു മനുഷ്യജീവിയാണെന്നുള്ളത്. ചില സമയത്ത് എനിക്ക് തോന്നി സ്വാർത്ഥതയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണെന്ന്. ഇതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ചില ഡയലോഗുകൾ, ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡയലോഗുകൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറ്റം ചാരുന്ന പഴിചാരൽ പരിപാടികളും അങ്ങനെയൊക്കെയുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാറുന്നതനുസരിച്ച് ഉർവശി ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതും ഇവരുടെ പെർഫോമൻസും കൂടി ചേരുമ്പോഴാണ് ഉർവശി ചേച്ചി സ്ക്രീനിലുള്ളപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെക്ക് ചെയ്യാൻ തോന്നാതെ, അല്ലെങ്കിൽ വേറെ എന്തിനേക്കാളും ഇമ്പോർട്ടൻസ് ഉർവശി ചേച്ചിയുടെ കഥാപാത്രത്തിന് വരുന്നത്. അതിനെ വാക്കുകൾക്ക് അതീതമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ നെറ്റിയും കവളും കൈവിരലുകളും ഒക്കെ അഭിനയിക്കുന്നത് അത് വെറുതെ അങ്ങ് ഇത് ഈ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഇമ്പാക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ വെറുതെ വെച്ച് ചെയ്യുന്നതെന്നല്ല, അവരാ ക്യാരക്ടർ ആവുന്നതാണ്. അയ്യോ അടിപൊളിയാണ്. ആൻഡ് ഏറ്റവും വലിയൊരു കാര്യം, ഇതിനെ കൃത്യമായി ക്യാപ്ചർ ചെയ്ത് കൃത്യമായി എഡിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ഇതിൻ്റെ വിഷ്വൽ ടീം മൊത്തം എല്ലാവരും. ഇതിൽ ആർട്ട് ചെയ്തിട്ടുള്ളവർ, ആർട്ടല്ലല്ലോ അത് കംപ്ലീറ്റ് വെള്ളപ്പൊക്കമാണല്ലോ, എന്നാലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് പണി അതിലെടുക്കാനുണ്ടാകും. കാര്യം ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് വേണം അവർ ഈ പറയുന്ന സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെയും അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്ക് ഗംഭീരമാണ്. കാരണം ഇതിലെ വെതർ കണ്ടീഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ വെള്ളപ്പൊക്കവും ഒക്കെയുള്ള ഒരു ഗ്രാമത്തിൽ, ഒരു വീട്ടിൽ, ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വിഷ്വൽസ് ഗംഭീരമായിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് ഏത് കാണിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉർവശി ചേച്ചിയുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, അവരുടെ കൈ, ഇതൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ഷോട്ടാണ് ഇവിടെ വെക്കേണ്ടത് എന്നുള്ളത് എഡിറ്ററിന് വേണമെങ്കിൽ മാറ്റാം. എഡിറ്ററിന് സംവിധായകനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം, എടോ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇതല്ല ശരിയാവുന്നത്, ഇതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ എഡിറ്റിംഗ് ടേബിളിൽ സിനിമ ജനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു എഡിറ്ററാണ് നല്ലൊരു സംവിധായകനോടൊപ്പം ചേർന്നുകൊണ്ട് ആ സിനിമയെ ഏറ്റവും വിഷ്വലി ഗംഭീരമാക്കുന്നത്. അത് ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഇമോഷൻസും ക്ലൈമറ്റും എല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്ന ഷെഹനാദ് ജലാലിൻ്റെ ക്യാമറ വർക്ക്, കിരൺ ദാസിൻ്റെ എഡിറ്റിംഗ്, പിന്നെ മ്യൂസിക്, സുഷിൻ ശ്യാമിൻ്റെ സംഗീതം. അങ്ങനൊരു സാധനം ഞാൻ ഈ സിനിമയിൽ കേട്ടിട്ടില്ല. എന്ന് പറയുമ്പോൾ ചില സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ബീജിയം ആയിരിക്കും നമ്മുടെ ഉള്ളിൽ നിൽക്കുക. ആ ബീജിയം എടുത്തു മാറ്റിയാൽ ചിലപ്പോൾ ആ സിനിമയിൽ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോയേക്കും. കാരണം അത്ര പവർഫുള്ളായിട്ട് മ്യൂസിക് അവിടെ നിൽക്കും. ആ മ്യൂസിക്കിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെ സിനിമയുടെ വിഷ്വലും പെർഫോമൻസും എല്ലാം ബാക്കിൽ നിൽക്കുകയായിരിക്കും. ചിലപ്പോൾ ആ സിനിമ ഹിറ്റാവുന്നത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറത്തായിരിക്കും. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒപ്പമാണ്, അത് ഞാൻ പറഞ്ഞത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന്. ഈ സിനിമ തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓരോരോ ഘടകങ്ങളെക്കുറിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആലോചിക്കുന്നത്. കാണുന്ന സമയം മുഴുവൻ ഈ പറഞ്ഞ ഒരു ഘടകത്തിനെക്കുറിച്ചും ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മൾ അതിനകത്തായിപ്പോവും. അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് വീഡിയോയിലാണെന്ന് തോന്നുന്നു ഒരു വാക്ക് ഉപയോഗിച്ചത്, ഘനം, വികാരങ്ങളുടെ ഘനമുള്ള ഒരു സിനിമയാണ്. അതൊട്ടും ചോർന്നു പോകാതെ വിഷ്വലിനോടൊപ്പം സംഗീതവും വളരെ ബ്ലെൻഡായിട്ട് മനോഹരമായിട്ട് ഈ സിനിമയുടെ ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ സിനിമയിലെ ഇമോഷൻസിനെ കുറിച്ചാണ്, ഇമോഷണൽ കണക്റ്റിനെ കുറിച്ചാണ്. എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. അത് അവർ എഴുതിയുണ്ടാക്കിയതും പെർഫോം ചെയ്തതും വളരെ വിജയകരമായിട്ടാണ്. അത് എഡിറ്റൊക്കെ ചെയ്ത് സംവിധായകൻ്റെ മേൽനോട്ടത്തിൽ ഗംഭീരമായിട്ട് വന്നുകൊണ്ട് തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ആ സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ, ഒരു മരണ വീട്, അമ്മ, ഒരു സഹോദരിയും നാത്തൂനും ഒക്കെ ചേരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കെമിസ്ട്രി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ എലമെൻറ്റുകൾ എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരിൽ പലരുടെയും മാനസികാവസ്ഥ പ്രേക്ഷകന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസുകൾ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗിൽറ്റ് എടുത്ത് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ചെയ്തതുകൊണ്ടല്ലേ, നിങ്ങളിങ്ങനെ അപ്പോൾ ചെയ്തിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നൊരു കോൺവെർസേഷൻ സാധനം വരുന്നുണ്ട്. നമ്മളൊക്കെ ഇത്തരം സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടോ, പക്ഷേ നമ്മൾ അതിനകത്താണല്ലോ. ഈ പുറത്തിറങ്ങി നിന്ന് ഈ സീൻ മുഴുവൻ കാണുമുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഇനി ഇതിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയിലെ ക്ലൈമാക്സ് പോർഷനിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒറ്റ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചു തീരുമാനമെടുത്തു എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിൽ എനിക്കൊരു വിയോജിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അയാളും നീതി അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പോയിൻറ്റ്. അതെന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ആ ഒരു ഘടകം മാത്രമാണ്, ആ ഒരു കുഞ്ഞു കാര്യം മാത്രമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും ഇറ്റ്സ് എ ജേർണി. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു സിനിമ കണ്ടു എന്നൊരു ഫീൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി.